രക്തം ശരിയായി ക്ലോട്ട് ചെയ്യാനും എല്ലുകൾ ശക്തമാക്കാനുമൊക്കെ ശരീരത്തെ സഹായിക്കുന്ന പോഷകമാണ് വൈറ്റമിൻ കെ. രക്തധമനികളിൽ കാൽസ്യം കെട്ടിക്കിടക്കുന്നതിനെ തടയുന്ന ഒരു പ്രോട്ടീനിനെ ഉദ്ദീപിപ്പിച്ച് ഹൃദയാരോഗ്യത്തെയും വൈറ്റമിൻ കെ സംരക്ഷിക്കുന്നുണ്ട്. പ്രോസ്ട്രേറ്റ് ശ്വാസകോശ അർബുദങ്ങളുടെ സാധ്യത കുറയ്ക്കാനും വൈറ്റമിൻ കെ സഹായിക്കുന്നതായി ചില പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ വൈറ്റമിൻ കെയുടെ അഭാവം മൂലം രക്തസ്രാവം, എല്ലുകളുടെ വളർച്ചക്കുറവ്, എല്ലുകൾ ദുർബലമായി ഒടിഞ്ഞു പോകുന്ന ഓസ്റ്റിയോപോറോസിസ്, ഹൃദ്രോഗം എന്നിവയിലേക്കും നയിക്കാം. എന്നാൽ ഈ ലക്ഷണങ്ങളെല്ലാം വൈറ്റമിൻ കെയുടെ അഭാവം കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല എന്നതിനാൽ ശരിയായ രോഗനിർണയത്തിന് ഡോക്ടറെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ്. വൈറ്റമിൻ കെയുടെ സ്രോതസ്സുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഇലക്കറികളിലാണ് വൈറ്റമിൻ കെ കൂടുതലായും കാണപ്പെടുന്നത്. നാം കഴിക്കുന്ന വൈറ്റമിൻ കെയുടെ 75 മുതൽ 90% വരെ പച്ചില വിഭവങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. കെയിൽ, ചീര, ടർണിപ്പ് ഗ്രീൻസ്, ബ്രോക്കലി, ബ്രേസൽ സ്പ്രൗട്ട്സ്, സോയാബീൻ ഓയിൽ, കനോള ഓയിൽ എന്നിവയെല്ലാം വൈറ്റമിൻ കെയുടെ സ്രോതസ്സുകളാണ്. പുളിപ്പിച്ച ഭക്ഷണങ്ങൾ, മൃഗോൽപ്പന്നങ്ങളായ ബട്ടർ, പോർക്ക്, ചിക്കൻ, മുട്ടയുടെ മഞ്ഞ എന്നിവയിലും വൈറ്റമിൻ കെ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. പ്രതിദിനം പുരുഷന്മാർക്ക് 120 മൈക്രോഗ്രാമും സ്ത്രീകൾക്ക് 90 മൈക്രോഗ്രാമും വൈറ്റമിൻ കെ ആവശ്യമാണ്. ഒരു ഓംലെറ്റോ ഒരു കപ്പ് ചീരത്തോരനോ അല്ലെങ്കിൽ പാലക് പനീറോ ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി വൈറ്റമിൻ കെയുടെ പ്രതിദിന ലഭ്യത ഉറപ്പുവരുത്താനാവും.